ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഇപ്പം ആരെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നാൽ അറിയോ? ഇലക്ഷനൊക്കെ അല്ലേ. കാരണം സംഘികൾ ഉണർന്ന് നിൽക്കുന്ന സമയമാണ്, ജനങ്ങൾ ഉണർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പിന്നെ നല്ലൊരു അവസരമാണ്, കിട്ടിയ ചാൻസ് മുതലാക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ വർഗീയ ചേച്ചി വന്നിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇതാ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം, ഒന്ന് കണ്ടോ. പൊന്നാര മക്കളെ, ഈ ഒരു കണ്ണന് എനിക്ക് വരുമാനമായതുകൊണ്ട് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ മേടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്റെ നമ്പർ ഇട്ടത്. പക്ഷെ അത് കുറെ സഹോദരന്മാര് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടിത്തരാനുള്ള ഒരു വഴിയാക്കി എടുത്തിട്ടുണ്ട്. പൊന്നാര സഹോദരന്മാരോട് നല്ലതേത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാൻ പ്രായം എനിക്കായിട്ടുണ്ട്. ഞാൻ നരകത്ത് പോകുന്നതിന് ഇതിന് മാത്രം നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ഞാൻ നരകത്ത് പോയിക്കോട്ടെ, അത് എന്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഭാര്യയോ നിങ്ങൾക്ക് ഉമ്മയോ ഉണ്ട്, അവരെ നന്നാക്കിയാ പോരെ? എന്നെ നന്നാക്കാൻ വരണോ? ഞാൻ എന്തായാലും ദേ ഈ പാതയിലേ മുന്നോട്ട് പോവുള്ളൂ. അത് നിങ്ങിയെന്നല്ല ആര് തന്നെ വിചാരിച്ചാലും പടച്ചോൻ എനിക്ക് ആയുസ് ഇട്ടിട്ടുണ്ട്. കണ്ണനെ വരച്ചിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് നിങ്ങൾ സ്വർഗം നരകവും പറഞ്ഞു തന്നാലും ഇല്ലെങ്കിലും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ നല്ലൊരു ചാൻസ് ആണ്. എന്താ അറിയോ, കുറെ കാലമായിട്ട് ഉണങ്ങി കിടക്കായിരുന്നു, ആർക്കും വേണ്ടാതെ മറ്റേ പെരയുടെ ഉള്ളിൽ തന്നെ കുറെ കോപ്രായങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് ജീവിച്ചായിരുന്നു. അതുകൊണ്ടൊന്നും റീച്ച് ആവണില്ല. അപ്പൊ എന്തായി, ഇതിപ്പോ മിനിഞ്ഞാന്നിട്ട പോസ്റ്റാട്ടോ, മറ്റേ പഴയ പോസ്റ്റൊന്നും അല്ല. എന്താ ഓള് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓള് ഓർഡറിന് ഇട്ട നമ്പറിലേക്ക് വിളിച്ചിട്ട് ഓളെ ഭയങ്കര ഖുർആൻ ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ സ്വർഗത്തേക്ക് പോവുക നരകത്തേക്ക് പോവുക, അതെന്റെ ഇഷ്ടല്ലേ, അതെന്തിനാ ഞങ്ങൾ നോക്കണു? ഇതിങ്ങോട്ട് കേൾക്കുമ്പോ ചില വ്യക്തികൾക്ക് നല്ലൊരു കുളിരൊക്കെ ഇങ്ങോട്ട് വരും. കാരണം എന്താണ്, ഇവള് തട്ടൊക്കെ ഇട്ട് വന്നൊരു മുസ്ലിം കുട്ടിയായിട്ട് ഇവള് തട്ട ഉപയോഗിച്ച ആളാ, പിന്നെയും വീണ്ടും കയറ്റിയിരിക്കുകയാണ് തട്ടം. ഇവൾക്ക് നല്ല പോലെ അറിയാം ഏതൊക്കെ സമയത്ത് തട്ടിട്ടാലാണ് ഈ സംഗതി ഏൽക്കുക എന്നുള്ളത്. ഈ തട്ട ഉപയോഗിച്ചോള് വീണ്ടും തട്ടിട്ടുക്കുന്നു വെച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ. എന്താ അറിയോ, ഈ തട്ടിടാതെ അങ്ങോട്ട് ഏൽക്കണില്ല ഒന്നും. കാരണം ഞാൻ മതം ഉപയോഗിച്ചു തട്ട ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ എന്നാണ് പോ എന്നും പറഞ്ഞിട്ട് കഴിച്ചിലായി എന്ന് വിചാരിച്ചിട്ട് ഈ മുസ്ലിം സമുദായം പിന്നെ ഓൾക്കെതിരെ ഒന്നും പറയാനോ സംസാരിക്കാനോ നിന്നില്ല. അപ്പൊ എന്തായി, ഇവളെ റീച്ചാണ്ട് പോയി. ഇവൾക്ക് എന്താ വേണ്ടത്, എങ്ങനെയെങ്കിലും ഈ മുസ്ലിങ്ങൾ ഇവളെ പറയണം. അത് കേൾക്കുമ്പോൾ സംഘികൾ ഓളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവളെ സത്യം പറയട്ടെ, ഈ 2000 റുപ്യയുടെ ഫോട്ടോ ഇവള് 22,000 റുപ്യക്ക് വിൽക്കുന്നത് പണ്ട് നടന്നിരുന്നു, ഇപ്പൊ നടക്കണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവള് ഈ പ്രിന്റ് എടുത്തിട്ടൊക്കെ കൊടുക്കുന്ന ഈ സാധനങ്ങൾ സംഘികൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. ആ തിരിച്ചറിഞ്ഞോടുകൂടെ തന്നെ സംഘികൾ ഈ ഫോട്ടോ വാങ്ങൽ നിർത്തി. രണ്ടാമത്തത്, സംഘികൾ മൗല്യമാരെയും പർദ്ദട്ടോലൊക്കെ നടന്നിട്ട് രാജ്യദ്രോഹി രാജ്യദ്രോഹി എന്ന് പറയുമ്പോഴും ഈ യഥാർത്ഥ രാജ്യദ്രോഹിനെ ഇരുത്തിയിട്ടാണ് സംഘികൾ മറ്റുള്ളവരെ രാജ്യദ്രോഹി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം സംഘികൾക്ക് പിടി കിട്ടിയോടുകൂടെ ഇവളെ സീറ്റ് കയറി. അന്ന് മുതൽ ഇവള് പുറത്താ. ഗുരുവായൂർക്കും പോകാൻ പറ്റുന്നില്ല, പിന്നെ ഫോട്ടോ ആരും വാങ്ങാനും ഇല്ല. ഇതൊക്കെ ഉണ്ടായപ്പോ ഇവൾക്ക് മനസ്സിലായി, തട്ട ഒന്നുകൂടിയും കയറ്റാ, എന്നാലേ ഇപ്പൊ കാര്യങ്ങൾ നടക്കൂന്ന്. അങ്ങനെ ഇപ്പോൾ തട്ടൊക്കെ ഇട്ടിട്ട് വന്ന് പറയാണ്, എന്ത് ഞാൻ നരകത്തിൽ പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ, എനിക്ക് പഠിച്ചോന്ന് ആയുസ് തന്നിക്കുന്നു വെച്ചെങ്കിൽ ഞാൻ നരകത്തിൽ പോയിക്കോട്ടെ, എന്തിനാ എന്നെ ഉപദേശിക്കുന്നത്? ഇവള് ചുക്കിനും ചുണ്ണാമ്പിനും എന്ന് പറയുന്ന പോലെ ആരെന്ത് പറഞ്ഞാലും ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ പോലും അതെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്യണ ഇവള് ഈ ഒരു കോൾ റെക്കോർഡ് ചെയ്യാൻ മറന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നു. ഇതൊക്കെ നമ്മൾ അടിമുടി ആണ് വിശ്വസിക്കണം. ഓളാ തട്ടം കയറ്റിക്കണോ, തട്ടം ഉപയോഗിച്ച ഓളാണ് ആ തട്ടം കയറ്റിക്കണം. ഇതിപ്പോ സീസൺ റീലാട്ടോ. ഇനി ഇതിന്റെ മുമ്പുണ്ട്, ഇവിടെ ആർക്കും വേണ്ടാന്നും പറഞ്ഞിട്ട് ഇരുന്നൊരു സമയമല്ലേ, ആ സമയത്തോളം ചെയ്ത കുറച്ച് റീലുണ്ട്, അതൊന്ന് കണ്ടോ. ഉണ്ടോ? ഇവളിത് ഇട്ടിക്കണ എന്തിനാ അറിയോ, ക്യൂട്ട് ഫാമിലിന്ന് ആരെങ്കിലും പറയണം. പക്ഷെ എന്താ ചെയ്യാ, തീട്ട ഫാമിലി എന്നാണ് എല്ലാരും പറയണത്. മാത്രമല്ല തള്ള മതിലി ആടിയ മകള് വെയിലി ആടും എന്ന് അറിയില്ലേ, യഥാർത്ഥത്തിൽ അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കണത്. എന്തായാലും ബാക്കി കാണാം. എന്തായാലും അവസ്ഥ, ഇനിയിപ്പോ ചെറുക്കന്റെ അവസ്ഥ എന്താന്നുള്ളത് പടച്ചോനിക്കറിയാം. വർഗീയത കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം. ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമല്ല, അതുകൊണ്ട് ആരൊന്നും പറയാനും പോണില്ല. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഇവളെ വർഗീയത ഇവളെ ഈ കുത്തിത്തിരിപ്പും കാണുമ്പോൾ ഇതിനെതിരെ റിയാക്ട് ചെയ്യാതിരിക്കാൻ എന്തായാലും ഇന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ചെയ്യും. ഇനി അവൾക്കൊരു കുണുവാവുണ്ട്, കുണുവാവിടെ വിഷമം കേൾക്കണ്ടേ, ഇതൊന്ന് കേട്ടോ. ഗൈസ്, എന്റെ കുണുവാവതേ വിഷമിച്ച് നിൽക്കുന്നു. എന്ത് പറ്റി എന്റെ കുണുവാവക്ക്? പറയടാ,
എന്ത് പറ്റി എന്റെ കുണുവാവക്ക്? പറ, എന്താ പറ്റിയേ? പറയടാ. ഇൻസ്റ്റയില് ഇൻസ്റ്റയിൽ കൂടി അല്ല റേഷനറി കിട്ടുക. ഇൻസ്റ്റയില് ഫോളോവേഴ്സ് കുറവാണ്. അതാണ് ഇപ്പൊ കുണുവാവിടെ സങ്കടം. എന്നാ കുണുവാമ ഒരു കാര്യം ചെയ്തോ, തള്ളയുടെ അതേ പഠിപ്പ് പഠിച്ചോ, വർഗീയതയും കൊണ്ട് ഇറങ്ങിക്കോ, നല്ല ഫോളോവേഴ്സ് കിട്ടും. ഓളിപ്പോ ഇത്രയും കാലം പറ്റുന്നൊന്നും പുറത്തിറക്കിയില്ല. അതിന്റെ കാരണം എന്താ അറിയോ? ഇത് ഏത് മുഖമായിട്ടാ വരിക അറിയില്ലല്ലോ. കാരണം സലീമ എന്ന് പറഞ്ഞൊരു സാങ്കല്പിക വസ്തു ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി പറ്റ വലുതായി കഴിഞ്ഞിട്ട് ഏത് മുഖമാണെന്ന് നോക്കിയിട്ട് പുറത്തു വിടാച്ചിട്ട് ഇരുന്നു കൊണ്ടു ഇത്രയും കാലം മുഖമൊന്നും പുറത്ത് കാണിച്ചിരുന്നില്ല. ഇപ്പൊ എന്തായാലും ഓളെ അതേ മുഖം ആയതുകൊണ്ട് ധൈര്യമായിട്ട് പുറത്ത് വിടാം. കാരണം എന്താ വെച്ചിട്ടാ ഓളെ കുട്ടിയാന്ന് പറയാലോ. അപ്പോഴും സലീമിന്റെ മുഖമല്ല, അതേതായാലും പടച്ചോൻ കാത്തു. കാരണം എന്താ അറിയോ? അതിനെങ്ങാനും സലീമിന്റെ മുഖാന്നും പറഞ്ഞിട്ട് വന്നിട്ട് ആ ചുറ്റുവട്ടത്തിൽ ആരുടെയെങ്കിലും മുഖമായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. അതിലും ഇജി രക്ഷപ്പെട്ടു മകളെ. ചില്ലറ ഭാഗ്യൊന്നും അല്ല എനക്ക്. എന്തായാലും ബാക്കി കേക്കാ കുണുവാവിടെ. ഇപ്പൊ ഈ ചാച്ചല്ലേ വാവോ. 178Kയും 188K എനിക്ക് 1300. അതാണോ എന്റെ കുട്ടിയുടെ വിഷമം? നീ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? അമ്മയേക്കാൾ വലിയ പോരാളി ലോകത്ത് മറ്റൊന്നുമില്ലാന്ന്. അപ്പൊ എന്റെ പൊന്നാര ഗൈസ്, ദേ ഈ ക്യൂട്ട് ബേബിക്ക്, ഈ കുണുവാവക്ക് ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി. ഒന്ന് നടക്ക് ഗുരുവായിരിക്കും. ഭയങ്കര ഭാവ അന്റെ അല്ലേ കുട്ടി, അപ്പൊ നല്ല ഭാവമായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ക്യൂട്ട് ബേബിക്ക് ഫോളോവേഴ്സ് ഇല്ലാത്ത കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഇജ്ജ് ഒരു കാര്യം ചെയ്ത ഇജ്ജ് എന്റെ പാത അങ്ങോട്ട് നടക്കുക. ഇജ്ജ് ഏതായാലും തള്ളയുടെ പാതയിൽ കൂടെ അല്ലേ നടക്കുന്നത്. അപ്പൊ എന്റെ പാത മകനിക്കും കാണിച്ചു കൊടുക്ക്. നല്ല വർഗീയതയും നല്ല കുത്തിത്തിരിപ്പും കുറച്ച് സംഘികളുടെ കൂട്ടത്തിൽ കണ്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുക്കനെ അങ്ങോട്ട് ഫോളോവേഴ്സ് ഉണ്ടായി കൊടുക്കുക കേട്ടോ. കുട്ട ബേബിക്ക് ക്യൂട്ട് ബേബിക്ക് ഇത് ബേബി ആണെങ്കിലും ശരി ഉണ്ടായി കൊടുക്കുക. നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും കേട്ടില്ലേ? മനസ്സിലായില്ലേ? ഇതൊന്നല്ല, ഇങ്ങനൊരു വീഡിയോ കാണിച്ചു തരാം. ആർക്കെതിരെ അറിയോ? നന്ദിലത്തിനെതിരെ ഒരു വീഡിയോ ഇട്ടിക്കണു. അതൊന്ന് കണ്ടോ കാണി. നന്ദിലത്ത് ഗ്രൂപ്പുകാരടുത്ത് ഒരു അഭിമാനമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അവരുടെ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷേ നന്ദിലത്തിൽ ഇവനെ പോലെയുള്ള ചില ആൾക്കാരാ ജോലിക്ക് നിർത്തുമ്പം നന്ദിലത്ത് ഗ്രൂപ്പുകാരൊന്ന് ചിന്തിക്കുക. അവര് ഈ നന്ദിലത്ത് കായംകുളം എന്ന് പറഞ്ഞിട്ടുള്ള നന്ദിലത്തിന്റെ ഗ്രൂപ്പിന്റെ പേജിലിട്ടിട്ട് ഇതേപോലുള്ള കമന്റുകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ് മക്കളെ ഇതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ ജോലി കൊടുക്കുന്നത്? ഞാനും എന്റെ മകനും കൂടിയും ഒരു വീഡിയോ ചെയ്തു. കമന്റ് എന്താ അറിയോ? ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ചുതരാം കേട്ടോ. മോനെ, നിനക്കൊരു വിലയും നിലയും നീയായിട്ടുണ്ടാക്കിയെടുക്കൂ. ഈ ഉമ്മയുടെ കൂടെ നടക്കാതെ നിനക്കൊരു ഭാവി വേണമെങ്കിൽ ഇവൾക്ക് ഇനി നിന്നെ വെച്ച് റീച്ച് കൂട്ടാനുള്ള പരിപാടിയാണ് കള്ള ഹമുക്ക്. സത്യം പറയട്ടെ, നന്ദിലത്തേര് ഈ വ്യക്തിയില്ലേ, ഈ പറഞ്ഞ വ്യക്തി, ആ വ്യക്തിക്ക് നല്ലൊരു പ്രൊമോഷൻ കൊടുക്കണം. കാരണം എന്താ അറിയോ? ആ വ്യക്തി എന്താ പറയാ, കുടുംബത്തെയും സ്വയബുദ്ധി ഉള്ളൊരു മനുഷ്യനാണ്. നല്ലൊരു മെസ്സേജാണ് ആ കമന്റ് വഴി എഴുതിക്കുന്നത്. ഒരു തെറിയും പറഞ്ഞിട്ടില്ല. കാരണം എന്താ അറിയോ? ഇവളെ മാതിരി പച്ചക്ക് അങ്ങനെ നടക്കുന്ന ഒരു പെണ്ണാ പറയാ. അത് അങ്ങനത്തെ പെണ്ണുങ്ങൾക്കടക്കം മോശമാവും ഞാൻ ആ വാക്ക് ഉപയോഗിച്ച. കാരണം ബസ് ഡ്രൈവർമാരെ, ലോറി ഡ്രൈവർമാരെ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ, ഇനിയില്ലാത്ത പ്ലെയിന് പിന്നെ അവൾക്ക് കിട്ടാഞ്ഞിട്ടാ തോന്നുള്ളൂ. അല്ലെങ്കിൽ IT ഡ്രൈവറെ അവള് ഒന്ന് കയറി സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇത്ര സ്റ്റാൻഡിൽ നടക്കുന്ന ലോക്കൽ സാധനമാണ് ഇവള്. അയാൾ പറഞ്ഞില്ല, ഈ നന്ദിലത്തുകാരൻ പറഞ്ഞില്ല, എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. കാരണം എന്താ അറിയോ? അവൻ നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരാളാണ്. ഇപ്പൊ ഞാൻ പോലും, എനിക്ക് പോലും ഇവളുടെ മോനോട് ഒരു നേരങ്ങത്തിൽ സംസാരിക്കണം എന്നൊരു താല്പര്യമില്ല. അങ്ങനത്തെ സ്ഥാനത്താണ് ഈ ചങ്ങായി നല്ലൊരു എന്താ പറയാ, ഒരു കമന്റ് വഴിയെങ്കിലും ആ മോനിക്ക് കൊടുത്തൊരു ഉപദേശം. കാരണം എന്താ, ഇവള് കാരണം, ഈ ചെക്കന്റെ ഉമ്മ എന്ന് പറയുന്ന ഇവള് കാരണം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങൾ മുടങ്ങി. മദ്രസിന്ന് പുറത്താക്കി, മഹലിന്ന് പുറത്താക്കി, സ്കൂളിൽ പട്ടിയുടെ വില ഇല്ലാതെ ഒരു ലൈഫാണ് പറ്റത്. ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഇവരെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സത്യമാണ്. ഇത് നിലനിൽക്കുകയാണ് ഇയാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ്. അയാൾക്ക് മക്കളുണ്ട്, മക്കളുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ചിന്ത ഉണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ അയാളുടെ ഫോട്ടോ ഇവിടെ ആ ഒരു കമന്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് വെക്കുന്നുണ്ട്. എന്താ അറിയോ?
ഇയാളെ ഒരിക്കലും ഇതിന്റെ പേരിൽ ആരും മോശക്കാരായി കാണൂല. കാരണം നല്ലൊരു മെസ്സേജാണ് ഈ വ്യക്തി കൊടുത്തിരിക്കുന്നത്. ഈ വ്യക്തി എന്തെങ്കിലും ഞാൻ കണ്ട എനിക്കൊരു ഷെയ്ക്കാൻഡ് കൊടുക്കണം. അതിലുപരി ഇത്രയും വിവരവും കുടുംബത്തിന് വാല്യൂ ചെയ്യുന്ന ഒരു മനുഷ്യനെ നന്ദിലത്തിൽ എടുത്തതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും അടുത്തൊരു പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെ കാണിച്ചാൽ നന്ദിലത്തിനേ ഞാൻ ചെയ്യുള്ളൂ. കാരണം എന്താ അറിയോ, നന്ദിലത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു സ്റ്റാഫിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ബ്രോ ഈ വീഡിയോ കാണുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സൂപ്പർ. കുടുംബത്തിന് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്ന ആളായി എന്ന് മനസ്സിലായി. പിന്നെ ഓള് കുരക്കും, കാരണം എന്താ സീസണാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതൊന്നും കാര്യമാക്കണ്ട. ഓൾക്കിപ്പോൾ നല്ല വർഗീയതയൊക്കെ ഉണ്ടാക്കിയിട്ട് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിച്ചിറങ്ങിയതാ. പണ്ടത്തെ മാതിരി ഏൽക്കണില്ല. അതാണ് ഇപ്പൊ നന്ദിലത്തിന്റെയും മറ്റോലെയൊക്കെ പിന്നാലെ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. ബാക്കി പറ. ഞാനും എന്റെ മകനും കൂടിയും ഒരു വീഡിയോ ചെയ്തതിന്റെ താഴെ വന്ന കമന്റ് ആണ്. കാര്യങ്ങളൊക്കെ നന്ദിലത്തിന്റെ പേജിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അസ്ലമാണ് ഇട്ടത്. ഏതായാലും നന്ദിലത്തുകാർക്ക് ഇതിലൂടെ ഒരു പോപ്പുലാരിറ്റി പ്രതീക്ഷിക്കാം. ഇതുപോലത്തുള്ള സ്റ്റാഫുകളെ ഇനിയും വെക്കുക. എന്നാൽ നന്ദിലത്ത് ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു പോകും. ഓക്കെ, തീർച്ചയായിട്ടും പടിപടിയായിട്ട് ഓൾറെഡി നന്ദിലത്ത് ഉയരത്തിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ഇതുപോലത്തെ സ്റ്റാഫാണ് വേണ്ടത്. അല്ലാതെ നിന്നെ പോലെ ആരെങ്കിലും വന്നിട്ട് അല്ല എവിടെ എന്റെ കെട്ടിയെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് നോക്കൂ അവിടെ ഉണ്ട്, ഈ കുട്ടികളുടെ വാപ്പ എവിടെ, ഇതാ ഇങ്ങോട്ട് നോക്കൂ ഇവിടെ ഉണ്ട്, അത് എനിക്ക് മാത്രമേ കാണുള്ളൂ. ഇതൊക്കെ എക്സാണ്ടർ വഴിയാണ് ഉണ്ടായിക്കണെന്ന് ഇച്ചറിയില്ല, ഒരു പിടുത്തമല്ല. അപ്പോ അന്നെ പോലത്തെ എന്നാ കുറച്ച് ആളുകളെ വെക്കാല്ലേ, പറയുന്ന മറ്റേ നുണയണെന്ന് അറിഞ്ഞിട്ട് ഒരു എളുപ്പമില്ലാതെ അങ്ങനെ ആ മകം പല്ലും കാട്ടിയിരിക്കണ ഇജാണ് വലിയ ക്വാളിറ്റിയിലുള്ള ആളായിട്ട് ഇജ് കാണുന്നത് അല്ലേ. എന്തായാലും നന്ദിലത്തിലെ ആ അസ്ലമിന് എൻ്റെ വക നല്ലൊരു ബിഗ് സെലൗട്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു മെസ്സേജ് മറ്റുള്ളവരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടായാലും കൊടുത്തില്ലേ. അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് വരയും കുറിയൊന്നും ഇല്ല ബിൾക്ക്. അതുകൊണ്ടാണ് ഓരോ കമന്റും എടുത്തും കൊണ്ട് ഇറങ്ങി തിരിച്ചിക്കണേ. കാരണം ഇത് മുന്നോട്ട് പോണ്ടേ. ചെറുക്കന്മാരൊക്കെ പോത്ത് വഴ 3 അരി ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നത്തില്ല ചെറുക്കനൊക്കെ. ഇതിനൊക്കെ തീറ്റിപ്പോറ്റണമെങ്കിലേ നന്ദിലത്തല്ല സകലമാന കടകളെയും കൊണ്ടുവരേണ്ടി വരും. എന്തിന്? ഇവളെ വർഗീയവാദി എന്ന് പറഞ്ഞു, ഇവളുടെ മാപ്പിളുടെ അഡ്രസ്സ് ചോദിച്ചു, ഇവളെ മാപ്പിള എവിടെയെന്ന് ചോദിച്ചു, കുട്ടികളുടെ പിതാവ് എവിടെയെന്ന് ചോദിച്ചു. ഇതൊക്കെ ഭയങ്കര തെറ്റാ. എന്നാ ശരി, ഞാൻ പോട്ടെ, ബായ്.